ഒമ്പതാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലെ ഒരു പാഠഭാഗവുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അക്ഷിതയുടെ തിരഞ്ഞെടുത്ത കഥകളിൽ നിന്നും എടുത്ത ഒരു കഥ, തഥാഗത എന്ന് പറയുന്ന കഥയാണ് നമുക്ക് എടുക്കാനുള്ളത്. നമുക്കറിയാം, ഒരു സ്ത്രീയുടെ നോക്കൂ, പദം പദം ഉറച്ചു നാം എന്ന് പറയുന്നതാണ് യൂണിറ്റിൻ്റെ ശീർഷകം. അതുപോലെ തന്നെ നമ്മൾ കണ്ട ഓരോ പാഠത്തിലെ ഓരോന്നും നമുക്കറിയാം, പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറണം എന്നുള്ള വലിയ സന്ദേശം നമുക്ക് നൽകുന്നതാണ് അല്ലേ. വംശമാണെങ്കിലും ദയയാണെങ്കിലും ഒക്കെ അതുപോലെ തന്നെയാണ് തഥാഗത എന്ന് പറയുന്ന വല്ലപ്പോഴും വന്നു പോകുന്ന എന്ന അർത്ഥത്തിലുള്ള ഒരു ശീർഷകം തന്നെ അതിന് കൊടുത്തതും അത് തന്നെയാണ്. ഇവിടെ തഥാഗതയായി മാറുന്നത് അമ്മയുടെ ഓർമ്മകളാണ്. ഓർത്ത് വെക്കണേ മക്കള്. അമ്മയുടെ ഓർമ്മകളാണ് ഇവിടെ തഥാഗതമായി ഇടയ്ക്ക് വന്നു പോകുന്ന ഒന്നിനെയാണ് തഥാഗതം എന്ന് പറയുന്നത്. ആ തഥാഗത അല്ലെ തഥാഗതൻ എന്നൊക്കെ പറയുന്നത്, നമ്മൾ തഥാഗതൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ബുദ്ധ ഭഗവാനെയും തഥാഗതൻ എന്ന് വിളിക്കാറുണ്ട്. ഇവിടെ വന്നു പോകുന്ന ഓർമ്മകൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് തഥാഗത എന്ന ശീർഷകം കൊടുത്തിരിക്കുന്നത്. ഇവിടെ അമ്മയുടെ ഓർമ്മകളാണ് ശരിക്കും ഇടയ്ക്ക് വന്നു പോകുന്ന ഒരു അതിഥി. അമ്മയുടെ ഓർമ്മകൾ പലപ്പോഴും ഒരു അതിഥിയായി മാറുന്ന കാഴ്ചയാണ് ഈ കഥയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. തഥാഗത എന്നാണ്. ഡോക്ടറെ പിന്തുടർന്ന് ചെല്ലുമ്പോൾ ഞങ്ങളെ പിന്തുടരുന്ന മൗനവും ഉദാസീനമാണ്. ഒരു താല്പര്യമില്ലാത്ത ഒരു മൗനം അല്ലേ, ആകെ ഒന്നും ചെയ്യാനില്ലാത്ത ഒരാളുടെ മൗനം പോലെയായിരുന്നു ഞാൻ കണ്ടു. പതിവ് പോലെ വാതിൽക്കൽ ഡോക്ടർ ഒരു നിമിഷം നിന്നു. കുഴപ്പമൊന്നുമില്ല, ബാക്കിയെല്ലാം നോർമലാണ്. കുഴപ്പമൊന്നുമില്ല, ബാക്കിയെല്ലാം നോർമലാണെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഡോക്ടറെ മുഖത്ത് നോക്കിയിരുന്നില്ല. ഡോക്ടർ അത് പറയുമ്പോൾ പകരം എണ്ണയാലൊടുങ്ങാത്ത താഴോട്ട് ഇറങ്ങിപ്പോകുന്ന ഗോവണിപ്പടികൾ, അതായത് എത്രയോ രോഗങ്ങളുടെ പട്ടിക പറയാനുണ്ട്, ബാക്കിയൊക്കെ നോർമലാണ് എന്ന് പറയുമ്പോൾ അവ എണ്ണുകയാണ്. ഡോക്ടർക്ക് മനസ്സിലാവുന്നുണ്ടാവണം. കാരണം അദ്ദേഹം പറഞ്ഞു, അല്ല, അൾഷിമേഴ്സ് ഡിസീസിനെ കുറിച്ച് കൃത്യമായി ഒന്നും പറയാൻ വയ്യ. അൾഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബോധമണ്ഡലം തീർത്തും ഇല്ലാതെയായി പോകുന്ന, ഓർമ്മകളില്ലാതെയായി പോകുന്ന ഒരു രോഗമാണ് അല്ലേ. ചില സമയത്തൊക്കെ ഓർമ്മകൾ നമ്മളെ വേട്ടയാടുമ്പോൾ ശരിക്കും ഒരു അൾഷിമേഴ്സ് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഓർമ്മകളും നമുക്കുണ്ടാവും അല്ലേ. വേദനിപ്പിക്കുന്ന ഒരുപാട് ഓർമ്മകളുണ്ടാകും. പക്ഷേ ഇവിടെ അൾഷിമേഴ്സ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ സ്വത്വം നഷ്ടപ്പെട്ടു പോവുകയും അവൻ്റെ ഓർമ്മകൾ ഇല്ലാതെയായി പോവുകയും ചെയ്യുന്നതാണ്. അതൊരു അർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അവൻ്റെ ആദ്യ മരണമായി നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. പ്രതികരണശേഷി ശ്രദ്ധിക്കണം. എന്തെങ്കിലും വ്യത്യാസം കണ്ടാൽ അറിയിക്കൂ. തല ചരിച്ചു ഔപചാരികമായ യാത്ര പറച്ചിലിനിടയ്ക്ക് അദ്ദേഹം കാണാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഒറ്റ നോട്ടത്തിൽ കിട്ടാവുന്ന കാഴ്ചയെക്കാളും അധികമാണാൽ ഈ ലോകത്തിൽ നാം കാണാതെ പോകുന്ന കാര്യങ്ങൾ. ഒരു ഉദാഹരണത്തിന്, ഈ ഫ്ലാറ്റിലെ അടഞ്ഞ വാതിലിന് പിറകിൽ എന്നെയും അമ്മയെയും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു മഹാമൗനം. മരണം എന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ എന്ന് സംവദിച്ചു കൊണ്ടിരിക്കുന്ന ആ മൗനം. ഈശ്വരൻ എന്ന് വെച്ചാലും ഇതിങ്ങനെ തന്നെയാണോ എന്ന് സന്ദേഹിച്ചു കൊണ്ടിരിക്കുന്ന മൗനം. സന്ദേഹിക്കുക, സംശയിക്കുക. അപ്പോൾ ഇവരാരും അറിയാത്ത മഹത്തായ ഒരു കാര്യമാണ്. അൾഷിമേഴ്സ് ബാധിച്ചൊരമ്മയും അവിടെയുള്ള മകളും മൗനത്തിൻ്റെ ഇരുട്ടിലാണവർ. പരസ്പരം ഒന്നും സംസാരിക്കാനുള്ള രണ്ടു പേർക്കും. കാരണം അമ്മയ്ക്ക് ഓർമ്മകളില്ല. അപ്പോൾ അതൊരു ആർക്കും മനസ്സിലാവാത്ത വലിയ ഒരു മൗനമാണ് അവിടെ ഉള്ളത് എന്നർത്ഥം. അകത്തെ മുറിയിൽ അമ്മ കിടക്കുകയാണ്, ഒരു നേർരേഖ പോലെ നിശ്ചലയായി. ഞാൻ അമ്മയുടെ അടുത്തേക്ക് നടന്നു. എൻ്റെ ഓരോ കാൽവെപ്പിലും അമ്മ ഇപ്പോൾ തലചരിച്ച് നോക്കുമെന്ന ആശ ഞെരിഞ്ഞമർന്നുകൊണ്ടിരുന്നു. ഓരോ കാൽവെപ്പും അമ്മയുടെ അടച്ചിട്ട ഓർമ്മകളുടെ വാതിൽ മുട്ടി നൊമ്പരമെന്നോണം മടങ്ങി വരുന്നത് പോലെ. കാരണം കാൽവെപ്പ് കാണുമ്പോൾ അമ്മ, കാൽപ്പെരുമാറ്റ ശബ്ദം കേൾക്കുമ്പോൾ അമ്മ മോളെ എന്നൊന്ന് വിളിച്ചു കിട്ടിയാൽ മതി. അമ്മ തന്നെ തിരിച്ചറിയുന്നു എന്ന വലിയൊരു ആശ്വാസത്തിന് മുകളിൽ മകൾ പ്രതീക്ഷയുടെ വലിയ ഗോപുരം കെട്ടിപ്പൊക്കും അല്ലേ. പക്ഷേ അതൊക്കെ അമ്മയുടെ ഓർമ്മകളുടെ വാതിലിൽ മുട്ടി തിരിച്ചു പോരുക എന്നല്ലാതെ അമ്മ ഒരിക്കൽ പോലും അതിനോട് പ്രതികരിച്ചിട്ടില്ല. എൻ്റെ ഓർമ്മയാട്ടെ ഒരു വലിയ എട്ടുകെട്ട് പോലെയും. ഒന്ന് ഓർത്ത് വെക്കണേ, ചിലപ്പോൾ നാളെ നിങ്ങളോട് ചോദിക്കാം. അമ്മയുടെ ഓർമ്മയിൽ ഒന്നുമില്ല എന്നും തൻ്റെ ഓർമ്മയിലാണെങ്കിൽ ഓർമ്മകളുടെ അസംഖ്യമല്ല, എണ്ണിയാൽ തീരാത്ത ഓർമ്മകൾ തനിക്കുണ്ട് എന്നുമുള്ള സൂചനയാണ് അമ്മയുടെ വാതിൽക്കൽ മുറ്റി നൊമ്പരമെന്നോണം മടങ്ങി വരുന്നത് പോലെയും തൻ്റേതൊരു ഓർമ്മയുടെ എട്ടുകെട്ട് പോലെയുമാണെന്ന് പറയാൻ കാരണം.
10-12 കുട്ടികളോടൊപ്പം സ്കൂൾ വിട്ട് ഇടവഴിയിലൂടെ ഓടി വരുമ്പോൾ അവർക്കിടയിലൂടെ എൻ്റെ കാൽപെരുമാറ്റം തിരിച്ചറിഞ്ഞ് വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന അമ്മ, ഈ അമ്മ, ഇതേ അമ്മ അല്ലേ, ഇന്ന് ഓർമ്മകളില്ലാതെ ഓർമ്മകളറ്റ ചരടുമായി അല്ലേ, ചരട് പൊട്ടിയ പട്ടം പോലെ ഓർമ്മകളില്ലാത്ത മനസ്സുമായി കിടക്കുന്ന ആ അമ്മ ഒരു കാലത്ത് തൻ്റെ കാൽപെരുമാറ്റം 10-12 കുട്ടികളോടൊപ്പം വന്ന തൻ്റെ കാൽപെരുമാറ്റം കേട്ട് മാത്രം തന്നെ തിരിച്ചറിഞ്ഞിരുന്ന അമ്മയാണ് അല്ലേ. അമ്മ ചുവരിൽ കണ്ണും നട്ട് കിടക്കുകയാണ്. ചുവരിൽ 10 വർഷം മുമ്പ് അകാലത്തിൽ മരിച്ചുപോയ, കാലം ഇല്ലാതെ മരിച്ച എൻ്റെ ഏട്ടത്തിയുടെ ഫോട്ടോ അമ്മ എന്താവും ഓർക്കുന്നത്. ഞാൻ കട്ടിലിൽ ചേർന്ന് നിന്ന് വിളിച്ചു, അമ്മേ. തിരിച്ചറിവിൻ്റെ യാതൊരു സൂചനയും തരാതെ ഒരു നോട്ടം അമ്മ എനിക്ക് നീട്ടുന്നു. അമ്മേ എന്ന സംബോധന എത്ര നീട്ടിയാലും എത്താൻ കഴിയാത്ത ഏത് അകലത്തിലാണ് അമ്മ വസിക്കുന്നത്. അമ്മയെന്ന് വിളിച്ചാൽ കേൾക്കാത്തൊരമ്മ അല്ലേ. അമ്മ എവിടെയാണ് താമസിക്കുന്നത്? ഹൃദയം നുറുങ്ങിപ്പോകുന്നത് അറിഞ്ഞില്ലെന്ന് നടിച്ച് ഞാൻ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ എന്താ ആലോചിക്കുന്നത്? എന്തോ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന അമ്മയുടെ വൃദ്ധ നെറ്റിയിൽ ചുളിവുകൾ. ഒരു മറുപടിക്ക് കാക്കുകയാണ് ഞാൻ. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങവേ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു, അമ്മ എന്താവോ ആലോചിക്കുന്നത്? എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ ഹൃദയം മനസ്സിനോട് പറയുന്നു, അമ്മയ്ക്ക് നമ്മളെ അറിയുന്നതിൻ്റെ കോടിയിലൊരു അംശം പോലും നമുക്ക് അമ്മയെക്കുറിച്ച് അറിഞ്ഞുകൂടല്ലോ. വെരി ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു വരിയാണ്. ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും നമ്മളെ അറിയുന്നതിൻ്റെ കോടിയിലൊരു അംശം പോലും നമുക്ക് അമ്മമാരെ തിരിച്ചറിയില്ല എന്നുള്ളത് കോമൺ ആയൊരു സത്യമാണ്. നോക്കിയിരിക്കെ ആ നെറ്റിയിലെ ചുളിവുകൾ മായുന്നതും ആ മുഖം ശാന്തമാകുന്നതും ഒരു പ്രസന്നത കൈവരിക്കുന്നതും ഞാൻ കണ്ടു. വാതിൽ അടച്ച് പുറത്താക്കപ്പെട്ട ഒരു കുട്ടിയെപ്പോലെ അമ്മയുടെ ഓർമ്മകളുടെ നിവരലുകളിലോ ഞാനില്ല. ഒരുപാട് കാലം ആ ചുളിവുകളും നിവരലും എന്നെക്കുറിച്ചായിരുന്നുവല്ലോ. വേരറ്റു പോകുന്ന പോലെ അമ്മ തന്നെക്കുറിച്ച് മാത്രം ഓർത്തിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് ആ ഓർമ്മകളൊക്കെ മരവിച്ചു പോയൊരു അമ്മയുടെ നിസ്സഹായമായ അവസ്ഥ. അമ്മയ്ക്കല്ല ശരിക്കും നിസ്സഹായ അവസ്ഥ അല്ലേ, അമ്മയെ നോക്കുന്ന ഈ മകൾക്കാണ്. കാരണം തന്നെ അറിയില്ലാത്ത, അല്ലെങ്കിൽ തന്നെ ഒരു നോട്ടം കൊണ്ട് പോലും സ്നേഹത്തിൻ്റെ കണിക പോലും അമ്മേൻ്റെ ഉള്ളിലില്ല എന്നുള്ള ഒരു മകൾക്ക് തോന്നുന്ന തോന്നലുണ്ടല്ലോ, അത് വല്ലാത്തൊരു സങ്കടപ്പെടുത്തലാണ് അല്ലേ. അമ്മയുടെ ഓർമ്മകളിൽ നമ്മൾ ഇല്ലാതെയാകുമ്പോഴാണ് നാം മരിക്കുന്നത്. അമ്മയുടെ ഓർമ്മകളിൽ നാം ഇല്ലാതെയാകുമ്പോഴാണ് നാം മരിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റാണ്. മുറിയിലെ ഫോൺ നിർത്താതെ ശബ്ദിക്കുന്നു. എടുക്കുന്നത് വരെ ശാഠ്യം പിടിക്കുന്ന കുട്ടി കണക്കെ അങ്ങേയറ്റത്ത് ഭർത്താവും കുട്ടികളും മാറി മാറി സംസാരിക്കുന്നു. എന്ന് മടങ്ങും? അമ്മയെ നോക്കാൻ നേഴ്സിനെ ഏർപ്പാടാക്കാത്തത് എന്താണ്? അമ്മ എന്ന് വരും. ദീപുമോന് പനിയാണ്. അമ്മയുടെ ഓർമ്മകളിൽ നമ്മളില്ലാതാകുമ്പോഴാണ് നാം മരിക്കുന്നത്. മുറിയിലെ ഫോൺ നിർത്താം. അപ്പോൾ ഇവിടെ അമ്മ എന്ന് വരും. ഇത് നമ്മൾ തന്നെയാണ്, നോക്കണേ. ഞാൻ ഫോൺ താഴ്ത്തി വയ്ക്കവേ അമ്മ പ്രസന്നമായും സ്ഫുടമായും ചോദിക്കുകയാണ്, ആരാ ഫോൺ വിളിച്ചത്? ദീപുവാണോ? അവന് സ്കൂൾ അടച്ചോ? അമ്മയുടെ ഓർമ്മകളിൽ എവിടെ നിന്നോ വല്ലാത്ത ഒരു എന്താ പറയുക, മകൾക്ക് ആശ്വാസം പകരുന്ന രൂപത്തിൽ അമ്മയുടെ മൗനം വിട്ടമ്മ വാചാലമായിരിക്കുകയാണ്. ഞാൻ മിന്നൽ പോലെ തിരിഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ദീപുവാണമ്മേ. ദീപുവിന് അടുത്ത ആഴ്ച സ്കൂൾ അടയ്ക്കും. അമ്മയ്ക്ക് ദീപുവിനെ എൻ്റെ വർത്തമാനം പാതിക്ക് വെച്ച് നിശബ്ദമാകുന്നു. അമ്മയുടെ നോട്ടം വീണ്ടും ശൂന്യമായ ജനാല പോലെയായി മാറുന്നത് ഞാൻ കാണുകയാണ്. വിചാരിക്കാത്തപ്പോൾ കയറി വന്ന് അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോകുന്ന തഥാഗതയായി എൻ്റെ അമ്മ. കണ്ടോ, നനച്ചിരിക്കാതെ വന്നു പോകുന്ന അവസ്ഥ എന്ന് നോക്കുന്നു ഞാൻ. നിർമ്മമമായ നോട്ടം അല്ലേ, എന്താ പറയുക, പരിശുദ്ധമായ അല്ലെങ്കിൽ വളരെ താല്പര്യത്തോടു കൂടിയുള്ള നോട്ടം. ക്ലോക്കിൽ മണി 12 അടിച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞു, കണ്ണിൽ മരുന്നുറ്റിക്കേണ്ട സമയമായി, കണ്ണു കാണിക്കൂ. അമ്മ കണ്ണുകൾ ഇറുക്കി അടച്ച് വായ തുറന്ന് കാണിച്ചു. ചിരിയും സങ്കടവും ഒരുമിച്ച് വന്നു. എനിക്ക് തെല്ലുറക്കെ ഞാൻ ശാസിക്കുകയാണ്, എന്താ ഇത് കൊച്ചു കുട്ടികളെ പോലെ? കണ്ണു തുറക്കും. കണ്ണിൻ്റെ അടിത്തട്ടിൽ നിന്ന് മിന്നിയിരുന്ന അമ്മയുടെ ചിരി മരുന്നിൽ കലങ്ങി മറഞ്ഞു. മുഖം തുടച്ചു കൊടുത്ത് താങ്ങിയെടുത്ത് ഞാൻ വീൽ ചെയറിലേക്ക് അമ്മയിരുത്തി സാവധാനം മുന്തി നടന്നു. ഇപ്പോൾ ഞങ്ങൾ ജനാലയ്ക്കരികിലാണ്. ആ ഒരു റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് കഥ നടക്കുന്നത് എന്നുള്ളതാണ്. താഴെ മൈതാനത്ത് കുട്ടികൾ പന്ത് കളിക്കുന്നു. പൊടിയും മാർപ്പുവിളികളും ഉയർന്നു. പന്ത് ഉയരത്തിൽ പൊന്തി ഞങ്ങളുടെ ജനാലയോളം വന്ന് താഴേക്ക് പതിക്കുന്നു. എല്ലാ ശബ്ദങ്ങളും ജീവിതം തന്നെയും ഞങ്ങളുടെ ജനാലയോളം എത്തി മടങ്ങി പോകുന്നുവെന്ന് എനിക്ക് തോന്നി അല്ലേ. ജീവിതം തന്നെ ആ ഒരു ജനാലയ്ക്കുള്ളിൽ ഒതുങ്ങിപ്പോയതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ ശബ്ദങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട അമ്മയുടെ മനസ്സിൽ നിന്ന് എങ്ങനെയോ പുറന്തള്ളപ്പെട്ടു പോയ ഞാൻ
അല്ലേ? രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളുടെ നൊമ്പരങ്ങളാണത്. അമ്മ അനുസരണയോടെ പന്ത് കളി ഇരുന്ന് കാണുകയാണ്. എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ 4 മാസം മുമ്പുള്ള ഒരു സായാഹ്നം. അന്നാണ് അമ്മയെ അവസാനമായി നടക്കാൻ കൊണ്ടുപോയത്. ഞാൻ പെട്ടെന്നൊരു നിമിഷം കൈപിടിവിച്ച് നിരത്ത് മുറിച്ച് കടന്ന എതിർവശത്തെ ഫുട്പാത്ത് തിരക്കിൽ അമ്മ അപ്രത്യക്ഷമായി. അന്ന് അവസാനമായി അമ്മയെ നടത്താൻ കൊണ്ടുപോയ ദിവസം അമ്മ ആൾക്കൂട്ടത്തിനിടയിൽ തൊട്ടടുത്ത പ്രദേശത്താണ് താൻ നിൽക്കുന്നതെന്ന് മറന്നു പോവുക. എന്തൊരു ദുഃഖകരമാണ് മക്കളെ, അല്ലേ? നഗരത്തിൽ തിരക്കിൽ ചെവിയടിപ്പിക്കും വിധം പെരുമ്പറ കൊട്ടുന്ന ഹൃദയമിടിപ്പോടെ ഞാൻ കണ്ടെത്തുമ്പോൾ ഒരു തുണിക്കടയുടെ മുമ്പിൽ പകച്ചു നിൽക്കുകയായിരുന്നു അമ്മ. തൊട്ടടുത്തൊരു തുണിക്കടയുടെ മുമ്പിൽ. അവിടെ അപ്പുറം എന്താണ് ഇപ്പുറം എന്താണെന്ന് പെട്ടെന്ന് മറന്നു പോവുക. ഞാൻ അമ്മയെ വീണ്ടും കിടക്കയിലേക്ക് കൊണ്ടുവന്ന് ചാരിയിരുത്തി. എല്ലിൻ കൂട് പോലുള്ള നെഞ്ചിൻ്റെ മിടിപ്പ് എനിക്ക് കേൾക്കാം. അമ്മയെ കഞ്ഞി തരട്ടെ ഞാൻ ചോദിക്കുന്നു. അമ്മയുടെ കണ്ണുകൾ ഏടത്തിയുടെ ഫോട്ടോയിൽ വീണ്ടും ചെന്ന് തങ്ങിയിരിക്കുന്നു. നെറ്റിയിൽ ചുളിവ് വീണിരിക്കുന്നു. ഒരു സ്പൂൺ കഞ്ഞി കോരിക്കൊടുത്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, അത് ആരുടെയാ ഫോട്ടോ അറിയാമോ? എന്തെങ്കിലും പ്രതികരണത്തിന് ഞാൻ കിണഞ്ഞു ശ്രമിക്കുകയാണ്. ഒരു തുള്ളി കണ്ണുനീർ, ഒരു നെടുവീർപ്പ്, എന്തെങ്കിലും. അമ്മയുടെ നെറ്റിയിൽ ചുളിവുകളുടെ എണ്ണം കൂടുന്നു. ഉത്സാഹത്തോടെ ആകാംക്ഷയോടെ ഞാൻ ആ മുഖം വിരൽ കൊണ്ട് എൻ്റെ നേർക്ക് തിരിച്ചു ചോദിക്കുകയാണ്, അമ്മയ്ക്ക് എന്നെ മനസ്സിലായോ? അമ്മയുടെ അമ്മിണിക്കുട്ടിയാ. അമ്മ പ്രാവിൻ്റേതുപോലെ വിശുദ്ധമായ കണ്ണുകൊണ്ട് എന്നെ ഉറ്റുനോക്കിക്കൊണ്ട് കഞ്ഞി തുപ്പിക്കളഞ്ഞു. മതിയായി എന്നർത്ഥം. മുഖം തുടച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ നോട്ടം എൻ്റെ മുഖത്ത് തന്നെ മെല്ലെ കിടത്തി ചിരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എവിടെ അമ്മയെ? അമ്മയുടെ അമ്മിണിക്കുട്ടി മരിച്ചുപോയി. എൻ്റെ മുഖത്ത് നിന്ന് നോട്ടം മാറാതെ ഓർമ്മകളിൽ എവിടെയോ നടന്നു മറയവേ അമ്മ പറഞ്ഞു. അപ്പം അമ്മയുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും മകൾ മരിച്ചു പോയിരിക്കുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്കാണ് അക്ഷിത കഥ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഒരമ്മയുടെ നൊമ്പരപ്പാട്, അല്ലെ? അൽഷിമേഴ്സ് വന്നൊരമ്മയും അമ്മയെ നോക്കുന്ന മകളുടെയും നിസ്സഹായാവസ്ഥ നമ്മിലേക്ക് എത്തിക്കുന്ന അതിമനോഹരമായ ഒരു കഥ. ഇതിലെ മകളുടെ കഥാപാത്രം നമുക്ക് സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, ഇതിനേക്കാളൊക്കെ ഉപരി ജനകീയനായൊരു കഥാപാത്രം നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ആ കഥാപാത്രത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ തന്നിട്ടുണ്ട്. അത് കാണണം. എല്ലാ വീഡിയോ എൻ്റെ മക്കൾ കാണണം. കാരണം എന്താണെന്നറിയോ? ഒറ്റ പാഠങ്ങൾ കിട്ടുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം മക്കളെ. ബൈ.